കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ കെ വിജയന്റെ ഒരൊറ്റ മൊഴിയുടെ ബലത്തിലാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി ദിവ്യയ്ക്ക് ജാമ്യം ലഭ്യമായത്. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട കാര്യം വളരെ വ്യക്തമായി അതിനകത്ത് ജാമ്യ ഹർജിയിൽ കളക്ടർ പറഞ്ഞ വാക്കുകളാണ് യഥാർത്ഥത്തിൽ കോട്ട് ചെയ്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിനെതിരെ ആ വിധിക്ക് എതിരെ അപ്പീൽ നൽകിയിരിക്കുകയാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യയായ മഞ്ജുഷ. നവീൻ ബാബുവിൻ്റെ ഭാര്യ കൃത്യമായി പറയുന്നുണ്ട്, അന്വേഷണം വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമം തുടക്കം മുതൽ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. അവരുടെ മൊഴിയോ അല്ലെങ്കിൽ ബന്ധുമിത്രാദികളുടെ മൊഴിയോ ഒന്നും തന്നെ രേഖപ്പെടുത്താതെ കൃത്യമായും അന്വേഷണത്തിൽ ദിവ്യയെ നിരപരാധിയാക്കാൻ വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള ശ്രമം, ഗൂഢമായ ലക്ഷ്യം പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നു. ആ കാര്യം കൂടി കൃത്യമായി ഹൈക്കോടതിയിലെ ഈ അപ്പീലിൽ ഫയൽ ചെയ്തിരിക്കുകയാണ്. അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്നത് പൊതു താൽപ്പര്യ ഹർജിയുമായി ബന്ധപ്പെട്ട് ദേവദാസ് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം പൊതുപ്രവർത്തകൻ. അദ്ദേഹം കൊടുത്തിരിക്കുന്നത് കണ്ണൂർ ജില്ലാ കളക്ടർ എടുത്തിരിക്കുന്ന നിലപാട്, അതായത് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷന് മുമ്പാകെ കൊടുത്തിരിക്കുന്ന മൊഴിയിൽ അദ്ദേഹം ഈ പറയുന്ന മുൻപ് കൊടുത്ത മൊഴിയെ തിരുത്തി പറഞ്ഞിരിക്കുകയാണ്. അന്ന് കൊടുത്ത മൊഴിയിൽ പറഞ്ഞിരുന്നത് തനിക്ക് തെറ്റുപറ്റി എന്ന് കളക്ടറുടെ ചേംബറിൽ വന്ന് നവീൻ ബാബു പറഞ്ഞു എന്നായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ മൊഴി തിരുത്തിക്കൊണ്ട് മനഃപൂർവ്വമായി പി ദിവ്യ നവീൻ ബാബുവിനെ അവഹേളിക്കാൻ തന്നെയായിരുന്നു അവിടെ വന്നു ചേർന്നത്. അതിനുശേഷം ജോലിയിൽ നിന്നും സ്ഥലം മാറി പോകുന്ന ADM-നെ കൃത്യമായും ഈ 2 ദിവസം മുമ്പാണ് അദ്ദേഹം പെട്രോൾ പമ്പിൽ NOC അനുവദിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇപ്പം പറയുന്നില്ല, 2 ദിവസം കഴിഞ്ഞ് പിന്നീട് മാധ്യമങ്ങളോട് വിശദീകരിക്കാം എന്നൊരു വെല്ലുവിളി കൂടി ഉയർത്തി. അതുമാത്രമല്ല, നവീൻ ബാബുവിനെ മോശക്കാരനായി ചിത്രീകരിക്കാൻ വേണ്ടി കൃത്യമായി ലോക്കൽ ചാനലിൽ കൊണ്ടുവന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഇവിടെ പ്രശാന്തിനെയോ പി ദിവ്യയോ ജില്ലാ കളക്ടറെയോ എന്തുകൊണ്ട് കൃത്യമായി ചോദ്യം ചെയ്യുന്നില്ല? അതിനകത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന നിസ്സംഗത തുടക്കം മുതൽ തന്നെ പ്രശ്നമായിരുന്നു. മാത്രമല്ല, TV പ്രശാന്തിൻ്റെയോ അല്ലെങ്കിൽ പി ദിവ്യയുടെയോ കണ്ണൂർ ജില്ലാ കളക്ടറുടെയോ അന്നേ ദിവസങ്ങളിലെ സെൽഫോൺ ടവർ ലൊക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിനെക്കുറിച്ച് യാതൊരു അന്വേഷണവും നടത്തിയിട്ടില്ല. തുടക്കം മുതൽ തന്നെ നവീൻ ബാബുവിൻ്റെ സഹോദരനായ പ്രവീൺ ബാബു പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടി അവിടെ പോസ്റ്റ്മോർട്ടത്തിൽ പോലും ക്രമക്കേട് നടത്തി എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. ആ ആരോപണം ഞങ്ങൾ കൊടുത്തിട്ടുമുണ്ട്. കൃത്യമായും മഞ്ജുഷ കൊടുത്ത അപ്പീലിൽ ആ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന രീതിയിൽ, ആ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന രീതിയിൽ അതിനകത്ത് ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. അതൊന്നും തന്നെ അന്വേഷിക്കാൻ അവർ കൂട്ടാക്കിയില്ല. അവർക്ക് തിടുക്കം പി ദിവ്യയെ സംരക്ഷിച്ച് പിടിക്കാനാണ്. മാത്രമല്ല, അവരുടെ ബിനാമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട സർവ്വ വിവരങ്ങളും കൃത്യമായി ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണറായ ഗീത ശേഖരിച്ച് വെച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയതോടുകൂടി കണ്ണൂർ ജില്ലാ കളക്ടർ അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ പെടും. തൻ്റെ തടി രക്ഷിച്ചെടുക്കലാണ് ഇപ്പോഴത്തെ പ്രധാന നയം എന്നുള്ളത് അരുൺ കെ വിജയന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അരുൺ കെ വിജയൻ ഏത് രീതിയിലും അദ്ദേഹത്തിൻ്റെ തടി രക്ഷിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം തുടങ്ങിയിരിക്കുന്നത്. അദ്ദേഹം മൊഴി മാറ്റി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ മൊഴി പച്ചക്കള്ളമാണെന്ന് അദ്ദേഹം തന്നെ സ്ഥാപിച്ചെടുക്കുകയാണ്. അദ്ദേഹം അവസരവാദിയാണെന്നും ഈ മാഫിയ സംഘങ്ങളുമായി, ഉന്നത സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുന്ന രീതിയിൽ മഞ്ജുഷ കൃത്യമായി പറഞ്ഞു. നവീൻ ബാബുവിനെ ഫ്രെയിം ചെയ്യാൻ വേണ്ടി, കുറ്റാരോപിതനാക്കാൻ വേണ്ടി മുമ്പ് 2 തവണ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഗൂഢമായ ശ്രമം നടത്തി. പി ദിവ്യയ്ക്ക് P ശശിയുമായുള്ള ഉന്നത ബന്ധം എല്ലാവർക്കും അറിയാം. അത് പകൽ പോലെ പാട്ടാണ്. ഒരുപാട് നാറിയ കഥകൾ പിന്നാമ്പുറത്തുള്ളത് ഓരോന്നായി ചെകഞ്ഞു വലിച്ചിടാൻ ശ്രമിക്കണം എന്നാണ് മഞ്ജുഷ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. പി ദിവ്യയും കിങ്കരന്മാരും കുടുങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവർക്ക് ജാമ്യം ലഭിക്കുമെന്ന അവസ്ഥ വന്നപ്പോൾ, അതും അഡ്വക്കേറ്റ് വിശ്വൻ കൃത്യമായി CPM-ന് ഉറപ്പ് നൽകിയപ്പോഴാണ് പി ദിവ്യയെ താൽക്കാലികമായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അവരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രഹസന നാടകം തന്നെ നടത്തിയത്. അത് ആളുകളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു. പക്ഷേ അതൊന്നും ഇനി രക്ഷപ്പെടില്ല. കാരണം CBI അന്വേഷണം വന്നാൽ, കാരണം അതാണിപ്പോൾ മഞ്ജുഷ ആവശ്യപ്പെട്ടിരിക്കുന്നത്, CBI അന്വേഷണം, കേന്ദ്ര അന്വേഷണ ഏജൻസി വന്നാൽ
പി ദിവ്യയോടൊപ്പം കുടുങ്ങാൻ പോകുന്ന മെയിൻ കണ്ണി എന്ന് പറയുന്നത് അരുൺ കെ വിജയനാണ്. ബിനാമി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ചെങ്കൽ മാഫിയയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും മാഫിയയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും കളക്ടർക്ക് വ്യക്തമായ പങ്കുണ്ട് എന്ന് രേഖപ്പെടുത്തുന്ന മൊഴികളാണ് പുറത്തു വന്നത്. ആറളം ഫാമിലെ 3500 ഏക്കർ സ്വകാര്യ വ്യക്തിക്ക് പാട്ടത്തിന് ചട്ടങ്ങൾ മാറ്റിമറിച്ചുകൊണ്ട് ഭേദഗതി ചെയ്തു കൊടുത്ത ഒരൊറ്റ സംഭവം മതി കളക്ടർ അരുൺ കെ വിജയൻ അഴിമതിക്കാരനാണെന്ന് ബോധ്യപ്പെടാൻ എന്ന് തന്നെയാണ് കൃത്യമായി മഞ്ജുഷ പറയുന്നത്. ഇതിലൂടെ അരുൺ കെ വിജയൻ്റെ IAS നഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. CBI ആണ് അന്വേഷിക്കുന്നതെങ്കിൽ അരുൺ കെ വിജയൻ ജയിലിലാകും എന്നുള്ള കാര്യത്തിലും യാതൊരു തർക്കവുമില്ല എന്ന് വ്യക്തം.